ഇസാഫ് ബാലജ്യോതി ക്ലബ്ബ്, ഒരു മാറ്റത്തിൻ്റെ യാത്ര. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയുടെ ഘട്ടങ്ങളിൽ പിന്തുണയും പ്രോത്സാഹനവും നൽകി മികച്ച പൗരന്മാരാക്കി വാർത്തെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതിയുടെ സഹായത്തോടെ ഇസാഫ് ഫൗണ്ടേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഇസാഫ് ബാലജ്യോതി ക്ലബ്ബുകൾ. കുട്ടികളുടെ അവകാശങ്ങൾ, അധികാരങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരിക്കാനും ഇവയെക്കുറിച്ച് സംസാരിക്കാനും പറ്റുന്ന ഒരു ഇടം ഒരുക്കി നൽകുകയാണ് ബാലജ്യോതി ക്ലബ്ബുകളിലൂടെ ചെയ്യുന്നത്. രാജ്യ പുരോഗതിക്കായി മികച്ച പൗരസമൂഹത്തെ വാർത്തെടുക്കുകയെന്ന ഇസാഫ് ബാങ്കിന്റെ പ്രതിബദ്ധത കൂടിയാണ് ബാലജ്യോതി ക്ലബ്ബുകളിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള പിന്തുണയ്ക്ക് പുറമെ അവരുടെ കലാകായിക സാമൂഹിക ഉത്തരവാദിത്ത കഴിവുകളെ പരിപോഷിപ്പിച്ച് സമഗ്ര വികസനം സാധ്യമാക്കുകയാണ് ബാലജ്യോതി ക്ലബ്ബ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വികസനത്തിൽ മുഖ്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് ആ രാജ്യത്തെ കുട്ടികളാണ്. ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് 2006 ഇസാഫ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് കിഡ്സ് ഫോർ കിഡ്സ് എന്നുള്ളതായിട്ടുള്ള പേരിൽ കുട്ടികൾ തന്നെ സാമ്പത്തികമായി സൗകര്യമുള്ള കുട്ടികൾ, ഭവനങ്ങളിലെ കുട്ടികൾ, സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ കുട്ടികളെ ഒരു കൈത്താങ്ങ് കൊടുക്കുക, സഹായിക്കുക എന്നുള്ളതായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച ചെറിയ പ്രവർത്തനമാണ് ഇന്ന് വളർന്ന് അത് പിന്നീട് കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോർമേഷൻ ഹബ്സ് എന്നുള്ളതായിട്ടുള്ള പേരിലും പിന്നീട് ബാലജ്യോതി, ഇസാഫ് ബാലജ്യോതി ക്ലബ്ബുകൾ ആയിട്ട് രൂപാന്തരപ്പെട്ടു. ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമായി 631 ക്ലബ്ബുകളും 19,434 കുട്ടികളും അതിൽ അംഗങ്ങളായിട്ടുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. 2017 മുതൽ ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ CSR സപ്പോർട്ടും ഈ പ്രൊജക്റ്റിന് ലഭിച്ചു വരുന്നു. കുട്ടികളുടെ അക്കാദമിക്, കല, കായിക രംഗങ്ങളിലെ എല്ലാം ഒരു സമഗ്ര വികസനമാണ്, എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഈ ക്ലബിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഏറ്റവും പ്രമുഖമായി കുട്ടികളെ സാമൂഹ്യ ഉത്തരവാദിത്തമുള്ള നല്ല പൗരന്മാരായിട്ട് വളർത്തിയെടുക്കുന്നതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനവും അവർക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പോഷറും കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മളുടെ പല ക്ലബ്ബുകളിലെയും കുട്ടികൾ സംസ്ഥാന നിയമസഭ സന്ദർശിക്കുകയും മന്ത്രിമാരുമായിട്ടും ഒക്കെ ആശയവിനിമയം നടത്തുന്നതിനുമൊക്കെയുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ജില്ലാ കലക്ടർമാർ ആയിട്ടുള്ള സംവദിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുട്ടികളിലെ നേതൃത്വപരമായിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുക്കുക, അതിനുവേണ്ടി ഒരു ത്രിതല ഭരണഘടനാ സംവിധാനമാണ് ബാലജ്യോതി ക്ലബിന് വേണ്ടി ഇസാഫ് ഫൗണ്ടേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഫൗണ്ടേഷൻ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മെറീന മാമിനെയും മറ്റ് ടീം അംഗങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇന്ന് ക്ലസ്റ്റർ തലത്തിലും അതുപോലെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഉള്ള ഈ ക്ലബ്ബുകളുടെ വിവിധ തലങ്ങളിലുള്ള സമിതികൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സംസ്ഥാന തലത്തിൽ ചുമതലയേറ്റിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഭാരവാഹികൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. ഇസാഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുഴുവൻ, കേരളത്തിൽ തുടങ്ങി ഇസാഫ് ബാങ്ക് ഇന്ന് ഇന്ത്യ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നത് പോലെ ഇസാഫ് ബാലജ്യോതി ക്ലബ്ബ് കേരളത്തിൽ ആരംഭിച്ച് ഇപ്പോൾ തമിഴ്നാട്ടിലായി, അതുപോലെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇസാഫ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും ഇസാഫ് ബാലജ്യോതി ക്ലബിൻ്റെ ശാഖകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ചില വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ കുട്ടികളുടെ ഒരു സംഘടനയായി എന്നുള്ള നിലയിൽ ഇസാഫ് ബാലജ്യോതി ക്ലബിന് മാറുവാനായിട്ട് കഴിയട്ടെ. അതിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് ഇന്നൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മളുടെ ഇസാഫ് ബാലജ്യോതി ക്ലബിൻ്റെ കേരള സംസ്ഥാന ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. പാഠ്യേതര കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനോടൊപ്പം ജീവിതശേഷിയും ആത്മവിശ്വാസവും പരിപോഷിപ്പിക്കുന്ന നിരവധി പ്രവർത്തനങ്ങളും ബാലജ്യോതി ക്ലബ്ബുകളിലൂടെ നടത്തുന്നു. ഏവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹിക മാറ്റത്തിനായി
നാളെയുടെ പൗരന്മാർക്ക് ശരിയായ കഴിവും ചിന്താഗതിയും പകരാൻ കർമ്മനിരതമായ ചുവടുകൾ വയ്ക്കുകയാണ് ഇസാഫ് ബാലജ്യോതി ക്ലബ്ബുകൾ. ഇസാഫ് ബാലജ്യോതി എന്ന പദ്ധതിയിലൂടെ കുട്ടികളുടെ സമഗ്ര വികസനമാണ് ഇസാഫ് ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇസാഫിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 33 വർഷത്തെ ചരിത്രമുണ്ട്. കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പ്രവർത്തനങ്ങളുമായി ആരംഭിച്ച് ഇന്ന് ഇസാഫ് ബാലജ്യോതി എന്ന പേരിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. തങ്ങളുടെ അഭിരുചികൾ കണ്ടെത്തി അനുയോജ്യമായ തൊഴിൽ മേഖലകൾ കണ്ടെത്തുവാൻ ഇസാഫ് ബാലജ്യോതി കുട്ടികളെ സഹായിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ലഭ്യമായ സാധ്യതകൾ കണ്ടെത്തി രാജ്യത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ നമ്മുടെ കുട്ടികളെ സജ്ജരാക്കുക എന്ന ചുമതല ഇസാഫ് ബാലജ്യോതി ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലുള്ള കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ ഇസാഫ് ബാലജ്യോതി പ്രതിജ്ഞാബദ്ധമാണ്. പ്രാദേശികമായും സ്കൂൾ തലങ്ങളിലും ആദിവാസി മേഖലകളിലും ഭിന്നശേഷി കുട്ടികൾക്കു വേണ്ടിയും ഇസാഫ് ബാലജ്യോതി ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നു. കലാമത്സരങ്ങൾ, പരിചയയാത്രകൾ, വേനൽക്കാല ക്യാമ്പുകൾ മുതൽ പഠന കേന്ദ്രങ്ങളും കരിയർ ഗൈഡൻസും കായിക പരിശീലനവും സ്കോളർഷിപ്പുകളും സാമ്പത്തിക അവബോധം നൽകലും വരെയുള്ള പരിപാടികളിലൂടെ കുട്ടികൾക്ക് വളരാനും പുതുമേഖലകൾ കണ്ടെത്താനും വലിയ സ്വപ്നങ്ങൾ കാണാനുമെല്ലാം ഒട്ടേറെ നൂതന ആശയങ്ങളാണ് ഇസാഫ് பாலஜோதி கிளப்புகளிலூടെ സംഘടിപ്പിക്കുന്നത്. இந்த பாலஜோதி டியூஷனுக்கு வரும்போது நான் வந்து ரொம்ப இதாக இருந்தேன். இப்போ வந்து எல்லா சப்ஜெக்ட்டையும் பாஸ் மார்க் வாங்கி இந்த எல்லா சப்ஜெக்ட்டையும் பாஸ் மார்க் வாங்கி 15th ரேங்க்குள்ளே வரதுக்கு காரணம் இந்த பாலஜோதி டியூஷன் சென்டர் தான். இந்த டியூஷன் சென்டரில் வந்து சமூக விழிப்புணர்வு பற்றி, சமூகத்தில் நம்ம எப்படி இருக்கணும்னு பற்றி வந்து இந்த டியூஷன் வந்து எங்களுக்கு சொல்கிறாங்க. இந்த மாதிரி சொல்கிறதுக்கு ബാലജ്യോതി ട്യൂഷൻ സെൻറ്റർ നന്ദി. ഞാനിപ്പോൾ ഏകദേശം 2 വർഷമായി ബാലജ്യോതിയിലെ അംഗമായിട്ട്. ബാലജ്യോതി കുട്ടികളുടെ കഴിവുകളെ വികസിപ്പിക്കാനും മറ്റും നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ബാലജ്യോതിയുടെ കുറേയേറെ പ്രോഗ്രാമുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ക്ഷമയും മറ്റുള്ള കുട്ടികളെയും ഒരുമിച്ച് പരിഗണിക്കാനുള്ള ഒരു കഴിവുമൊക്കെ ഈ ബാലജ്യോതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ച ടീച്ചർമാർക്കും മാഷ്മാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. हमारे केचुआ गाँव में इसाफ बालाज्योति के द्वारा बालाज्योति लाइब्रेरी बना है, जिसमें अच्छा किताब सब है. पहले बच्चे लोग खेलते रहते थे, कूदते रहते थे, मोबाइल में बिजी रहते थे, गार्जियन सबका मोबाइल चलाते थे. आजकल बच्चे लोग ज़्यादातर समय लाइब्रेरी में बिता रहे हैं. नया नया सब किताब सब सीख रहे हैं, पढ़ रहे हैं, पिक्चर सब देख रहे हैं. हमारा भी एक बच्चा है जो कि पहले मोबाइल में बिजी रहता था, आजकल देख रहा हूँ लाइब्रेरी में जाता है, नया नया पिक्चर सब किताब सब देख रहा है. धन्यवाद इसाफ PTS. நான் அந்த டியூஷனில் சேர்கிறதுக்கு முன்னாடி வந்து ரேங்க் அவ்வளவும் எடுக்கலை. இப்போ வந்து நான் வந்து ரேங்க் ஹோல்டர் 10th ரேங்க்குள்ளே, ஃபஸ்ட்டு டு 10th ரேங்க்குள்ளே வரேன். டியூஷனில் வந்து எங்கள் டியூஷன் மேம் வந்து எல்லா வீக்லி ஒன்ஸ் மோட்டிவேஷன் கிளாஸும், சமுதாயத்தில் நாங்கள் எப்படி இருக்கணும், என்ன பண்ணணும், எப்படி யார்கிட்ட பேசணும், எப்படிலாம் நடந்துக்கணும், அதை பற்றி எங்கள் டியூஷன் மேம் வந்து எங்களுக்கு கிளாஸ் எடுப்பாங்க. இங்கே வந்து பாலஜோதி கிளப் மூலயமா சில காம்படிஷன்ஸ், வேல்யூ எஜுகேஷன் இதெல்லாம் எடுப்போம். താങ്ക്സ് ടു ബാലജ്യോതി ക്ലബ്. 2 വർഷമായി ബാലജ്യോതി മെമ്പറാണ്. ബാലജ്യോതി ക്യാമ്പിലൂടെ ആണ് എനിക്ക് ഇത്രയും സംസാരിക്കാൻ കഴിയുന്നത്. നല്ല ലഹരിയെക്കുറിച്ചും ചീത്ത ലഹരിയെക്കുറിച്ചും എനിക്കിതിലൂടെ അറിയാൻ പറ്റും. നല്ല ഭക്ഷണശീലത്തെക്കുറിച്ചും അറിയാൻ പറ്റും. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഈ ബാലജ്യോതി ക്യാമ്പിലൂടെ ഒരുപാട് അറിവുകൾ നേടിക്കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. मेरे 2 बच्चे बालाज्योति गुरकुटिया क्लब में है, और जो बालाज्योति समारोह नौनिहाट में हुआ था उसमें बच्चों सबको चिप्स, कुरकुरे, समोसा, कोल्ड ड्रिंक्स ये सब नहीं खाना है, और क्यों नहीं खाना है इसके बारे में बच्चों सबको बताया गया. तभी से मेरे बच्चे चिप्स कुरकुरे खाना कम करते हैं. अभी बीमारी से भी कम पड़ता है, अभी ठीक ठाक है. കുട്ടികളിലെ സമഗ്ര മാറ്റമെന്ന ലക്ഷ്യത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ തുടങ്ങിയവയുമായി ചേർന്ന് നേതൃത്വ പരിശീലനം, സംസ്ഥാനതല മീറ്റുകൾ, പരിശീലക വർക്ക്ഷോപ്പുകൾ എന്നിവയും നൽകി വരുന്നു. ഇസാഫിൻ്റെ ആരംഭം മുതൽ തന്നെ കുട്ടികളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ, ചൈൽഡ് എംപവർമെൻറ്റ് പ്രോഗ്രാംസിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കരിയർ ഗൈഡൻസ് പ്രോഗ്രാംസ് നമ്മൾ പല സ്കൂളുകളിലും
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടത്തിയിരുന്നു. അന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ കുറവായിരുന്നു. എന്നാൽ ഇസാഫ് അതിന് പ്രത്യേകമായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ മൈക്രോ ഫിനാൻസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം സംഘാംഗങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള ജ്യോതിർഗമയ എന്ന പേരിലുള്ളൊരു പ്രോഗ്രാം വെക്കേഷൻ ടൈമിൽ നമ്മൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് കരിയർ ഗൈഡൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഗോൾ സെറ്റിംഗ് മുതലായ കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ബോധ്യം കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശമായിരുന്നത്. തുടർന്ന് കിഡ്സ് ഫോർ കിഡ്സ് എന്നുള്ള ഒരു പ്രോഗ്രാം, അതായത് എൻകറേജിങ് പ്രിവിലേജ് കിഡ്സ് ടു സപ്പോർട്ട് ദി അണ്ടർ പ്രിവിലേജ് കിഡ്സ്, അതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ ആ രീതിയിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിലുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അതിനുവേണ്ടിയുള്ള ഒരു പദ്ധതിയായിരുന്നു കിഡ്സ് ഫോർ കിഡ്സ് ക്ലബ്ബുകളൊക്കെ നമ്മൾ നടത്തിയിരുന്നത്. തുടർന്ന് ജാർഖണ്ഡിൽ നമ്മുടെ ചൈൽഡ് കെയർ സെൻറ്റേഴ്സ് നമ്മൾ ആരംഭിച്ചു. തുടർന്ന് നമ്മളിവിടെ കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോർമേഷൻ ഹബ്സ് എന്നുള്ള പേരിൽ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലബ്ബുകൾ ആരംഭിച്ചു പല സ്ഥലങ്ങളിലായിട്ട്. തുടർന്ന് അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് നമ്മൾ 2018 ബാലജ്യോതി എന്ന് പറയുന്ന ആ പ്രൊജക്റ്റ് ഇസാഫ് ബാങ്കിൻ്റെ CSR സപ്പോർട്ടോടുകൂടി ആരംഭിച്ചു. അത് വളരെ നല്ല രീതിയിൽ വളർന്നു വരികയും ഇപ്പോഴത് പടർന്നു പന്തലിച്ച് ഇന്ത്യ മുഴുവനും വ്യാപിക്കുന്ന ഒരു പദ്ധതിയായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബാലജ്യോതി പദ്ധതിക്ക് എൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വികസനമെന്ന ഇസാഫിന്റെ ദർശനം പിന്തുടർന്നുകൊണ്ട് 1992 വിദ്യാർത്ഥികൾക്ക് വേണ്ടി കരിയർ ഗൈഡൻസ് പരിപാടികളിലൂടെയാണ് ഇസാഫ് അതിന്റെ പ്രയാണം ആരംഭിച്ചത്. ഇതിനു പിന്നാലെ 2000 ആണ്ടിന്റെ തുടക്കത്തിൽ ഇസാഫ് സ്വാശ്രയ സംഘാംഗങ്ങളുടെ കുട്ടികൾക്കായി ജ്യോതിർഗമയ പരിശീലന പരിപാടികൾ, ലക്ഷ്യനിർണയം, ആശയവിനിമയശേഷി സെഷനുകളും സംഘടിപ്പിച്ചു. പിന്നോക്ക സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളെ പിന്തുണയ്ക്കാൻ, സാമ്പത്തിക സാഹചര്യങ്ങളുള്ള കുട്ടികളെ പ്രചോദിപ്പിക്കുന്നതിനായി 2007 ഇസാഫ് ബാലജ്യോതി കിഡ്സ് ഫോർ കിഡ്സ് എന്ന പദ്ധതി നടപ്പാക്കി. ബാലജ്യോതിയുടെ പ്രയാണത്തിൽ ശ്രദ്ധേയമായ അധ്യായങ്ങൾ എഴുതിച്ചേർത്ത വർഷങ്ങളാണ് പിന്നീട് കടന്നുവന്നത്. ലെറ്റ് ദം സ്മൈൽ പദ്ധതിയിൽ ജാർഖണ്ഡിൽ സ്ഥാപിച്ച ശിശുക്ഷേമ കേന്ദ്രങ്ങൾ, സദ്ഗമയ മൂല്യ പഠന പദ്ധതി, റവറന്റ് ഡോക്ടർ എഡ്വാർഡ് ബ്രാഡ്ലി അനുസ്മരണ ലേഖന മത്സരം തുടങ്ങിയവ ഇതിലെ പ്രധാന പരിപാടികളായിരുന്നു. നമ്മുടെ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലായിരുന്ന വർഷമാണ് 2015. ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ വിദ്യാർത്ഥികൾക്കു വേണ്ടി യെസ് ബാങ്കിന്റെയും ഇസാഫ് കോ ഓപ്പറേറ്റീവിന്റെയും പിന്തുണയോടെ കേരളത്തിലും മഹാരാഷ്ട്രയിലുമായി 25 കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോർമേഷൻ ഹബ്ബുകൾ ആരംഭിച്ചു. 2015 തന്നെ ബർണാഡ് വാലിയൻ ഫൗണ്ടേഷന്റെ പിന്തുണയോടെ പിന്നോക്ക കുട്ടികൾക്കായി ഹമാര ബച്പൻ ക്യാമ്പയിൻ വിജയകരമായി നടപ്പിലാക്കി. 2016-17 ഇസാഫ് മൈക്രോ ഫിനാൻസ് ശാഖകളുടെ സഹായത്തോടെ ചൈൽഡ് ആൻഡ് യൂത്ത് റിസോഴ്സ് സെന്റർ ആരംഭിച്ചു. ടാറ്റ ട്രെൻഡിന്റെ പിന്തുണയിൽ 2018 തൃശൂർ മണിയൻ കിണറിൽ കമ്മ്യൂണിറ്റി നോളജ് സെന്റർ തുടങ്ങി. 2018 ഇസാഫ് ബാലജ്യോതി ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ CSR പദ്ധതികളുടെ ഭാഗമായി. ഇതിനോടകം ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിലായി 791 ഇസാഫ് ബാലജ്യോതി ക്ലബ്ബുകളിലൂടെ 23,240 കുട്ടികളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു. കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, അസം എന്നിവിടങ്ങളിലെല്ലാം നാം ബാലജ്യോതി ക്ലബിന്റെ വിജയമുദ്ര പതിപ്പിച്ചു. ഇതിൽ 557 ഭിന്നശേഷി കുട്ടികൾക്ക് പിന്തുണ നൽകുന്ന 27 ക്ലബ്ബുകളെക്കുറിച്ച് പ്രത്യേകമായ അഭിമാനം തന്നെയുണ്ട്. ആദിവാസി വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി രൂപീകരിച്ച 129 ക്ലബ്ബുകളിലൂടെ 2838 വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകാനും സാധിച്ചു. ഒരു കരിയർ ഗൈഡൻസ് പ്രൊജക്റ്റിൽ നിന്ന് ക്ലബ്ബുകളും പഠന കേന്ദ്രങ്ങളും അടങ്ങിയ വിപുലമാർന്ന ശൃംഖലയിലൂടെ കുട്ടികളുടെ ക്ഷേമത്തിനായുള്ള ഉറച്ച ചുവടുവെപ്പുകൾ നടത്താൻ ബാലജ്യോതി ക്ലബ്ബുകൾക്ക് കഴിയുന്നു. കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്നതിന് ഞങ്ങൾക്കുള്ള പ്രതിബദ്ധതയുടെ മഹത്തരമായ മാതൃക കൂടിയാണ് ഈ പദ്ധതി. ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറാൻ കഴിവുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് മുന്നോട്ട് നീങ്ങാം, ഒന്നിച്ചായി.